അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് പരിശോധിച്ചാലോ? പലപ്പോഴും ഗോൾ അടിച്ചിട്ടും സെഞ്ചുറി അടിച്ചിട്ടും കളിക്കാർ ചെയ്യുമ്പോൾ മാത്രമാണ് ആ സന്തോഷത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. ശുക്രിന്റെ സുജൂദ്. വുളു എടുക്കലും ഔറത്ത് മറയലും കിബിലയ്ക്ക് മുന്നിടലും ഒക്കെ ഇതിന്റെ ഷർത്ത് തന്നെയാണ്. നമുക്ക് മക്കളുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് അനുഭവിച്ചു നോക്കൂ. വേറെ എവിടെ പോയി നമ്മൾ ആ സന്തോഷം പങ്കുവെക്കുന്നതിനേക്കാളും അടിപൊളി ഫീലിംഗ് ആണ് നമുക്ക് ആ ശുക്രിന്റെ സുജൂദ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ചില ആളുകൾ എല്ലാ ദിവസവും ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അപ്പൊ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് പരിശോധിച്ചാലോ? വളരെ സിമ്പിളാണ്. അള്ളാഹു താലയ്ക്ക് വേണ്ടി ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ കൈകെട്ടുന്നു അള്ളാഹു അക്ബർ. എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് സുജൂദിലേക്ക് പോകുന്നു. സുജൂദിൽ ചെന്നിട്ട് അവിടെ ഒരു തസ്ബീഹു സുന്നത്തുണ്ട്. സജദ വജ്ഹിയലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് അറിയാവുന്നവർ അത് ചെല്ലുക. അറിയാത്തവർ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി പോലുള്ള തസ്ബീഹ് ചെല്ലിയാലും മതി. സുന്നത്തേ ഉള്ളൂ. ഇത് ചെല്ലിയില്ലെങ്കിലും അവിടെ നമ്മുടെ സന്തോഷം മനസ്സുകൊണ്ട് പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അവിടുന്ന് നേരെ അല്ലാഹു അക്ബർ ചൊല്ലി അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സെക്കൻഡുകൾ കൊണ്ട് വരെ നിർവഹിക്കാൻ പറ്റുന്ന ഈ ശുക്രന്റെ സുജൂദ് ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക.